ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. ദൈവം തമ്പുരാൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹോന്നത്തെ എല്ലാവർക്കും ഞാൻ അറിയിക്കുന്നു. നമ്മളെ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസത്തിൽ കർത്താവ് നമ്മളെ കരുതി സ്നേഹിച്ചു. ആ കർത്താവിൻ്റെ കൃപ കരുണ ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. കർത്താവ് ആരാണ്? സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്. നമ്മളെയൊക്കെ സൃഷ്ടിച്ചത് നമ്മുടെ ദൈവമാണ്. ഈ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അതൊരു എന്നേക്കും നിലനിൽക്കുന്ന ഒരു സന്തോഷമാണ്. സന്തോഷത്താൽ എല്ലാവരും ദൈവത്തമ്പുരാൻ നിറയ്ക്കട്ടെ. ഇന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന യോനയെക്കുറിച്ചാണ്. അപ്പോൾ യോനയെക്കുറിച്ച് പറയുമ്പോൾ യോന ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോകുന്നു. അത് യോനയുടെ ദൈവം തമ്പുരാൻ പറഞ്ഞു, ഒരു സ്ഥലത്തേക്ക് നിൽപ്പോ. അപ്പോൾ യോന ആ സ്ഥലത്തേക്ക് പോകാതെ വേറെ ഒരു സ്ഥലത്തേക്ക് ഓടിപ്പോവുകയാണ് ചെയ്തത്. തുടർന്നുണ്ടായ കാര്യങ്ങളുമൊക്കെയാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അമിത്യായുടെ മകനായ യോനായ്ക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടായത്: നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് അതിനെതിരായി പ്രസംഗിക്കുക. എന്തെന്നാൽ അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിലെത്തിയിരിക്കുന്നു. അപ്പം ഈ നിനവെ പട്ടണത്തിലുള്ള ആൾക്കാരെ നേടിയെടുക്കണം എന്നുള്ള ദൈവത്തിന് ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് യോനായോട് നഗരമായ നിനവയിലേക്ക് പോകാനായിട്ട് പറഞ്ഞത്. എന്നാൽ യോന എന്ത് ചെയ്തു? യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീസിലേക്ക് ഓടിപ്പോവുകയാണ് ചെയ്തത്. യോന തൻ്റെ തീരുമാനമെടുത്തേച്ച് യോനയുടെ ദൈവം പറഞ്ഞ് നിനവയിലേക്ക് പോകാൻ. പക്ഷെ നിനവയിലേക്ക് യോന പോയില്ല. പിന്നെ യോന എങ്ങോട്ടാണ് പോയെന്നറിയാമോ? തർശീസിലേക്ക് പോയി. തർശീസിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട് യോപ്പയിലേക്ക് ചെന്നു. തർശീസിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ടു. ഓപ്പയിൽ ചെന്ന് കഴിയുമ്പോൾ തർശീസിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ടു. കൂലി കൊടുത്ത് യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവരോട് കൂടെ തർശീസിലേക്ക് പോകുവാനായിട്ട് ആ കപ്പലിൽ കയറുകയാണ് ചെയ്തത്. യഹോവയെ സമുദ്രത്തിൽ ഒരു കൊടുങ്കാറ്റ് അടുപ്പിച്ചു. അതുവരെ ഒരു കാറ്റും ഇല്ലായിരുന്നു. യോന ഈ കപ്പലിൽ കയറി കഴിഞ്ഞപ്പോൾ യഹോവ എന്ത് ചെയ്തു? സമുദ്രത്തിന്മേൽ ഭയങ്കര ഒരു കൊടുങ്കാറ്റ് അങ്ങോട്ട് അടുപ്പിച്ചു. കപ്പൽ തകർന്നു പോകാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയ കൊടുങ്കാറ്റുണ്ടായി. ചെറിയ കൊടുങ്കാറ്റില്ല, വലിയ കൊടുങ്കാറ്റ് കർത്താപ്പച്ചൻ അങ്ങ് അടുപ്പിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? കപ്പലിലുള്ള ആൾക്കാരെല്ലാം ഭയപ്പെട്ടു. അയ്യോ, കപ്പൽ ഓരോരുത്തരും അവനവൻ്റെ ദൈവത്തോട് വിളിച്ച് പ്രാർത്ഥിച്ചു. ഓരോരുത്തരും ദൈവത്തോട് വിളിച്ച് പ്രാർത്ഥിച്ച് നിലവിളിച്ചു. കപ്പലിന് ഭാരം കുറയ്ക്കേണ്ടതിന് അവർ അതിലെ ചരക്കുകളെല്ലാം എടുത്ത് സമുദ്രത്തിൽ അങ്ങ് ഇട്ട് കളിച്ചു. യോന ഇതെല്ലാം സംഭവിക്കുമ്പോഴും യോന എടുക്കുമായിരുന്നു? കപ്പലിൻ്റെ അടുത്തിട്ട് കിടന്ന് സുഖമായി കിടന്ന് അങ്ങ് ഉറങ്ങുമായിരുന്നു. എന്താ? കപ്പിത്താൻ അവൻ്റെ അടുക്കൽ ചെന്നു. അപ്പം കപ്പലിനെ നിയന്ത്രിക്കുന്ന ഒരാളുണ്ടല്ലോ കപ്പലിൽ, കുടുംബത്തെ നിയന്ത്രിക്കുന്ന ഒരാളുണ്ടല്ലോ കുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ കപ്പലിനെ നിയന്ത്രിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അതാണ് കപ്പിത്താൻ. ഈ കപ്പിത്താൻ എന്താ യോനയുടെ അടുക്കൽ ചെന്ന് അവരോട്, നീ എങ്ങനെ കിടന്ന് ഉറങ്ങുക? ഈ സംഭവിച്ച കാര്യങ്ങളൊന്നും നീ അറിഞ്ഞില്ലേ? സുഖമായിട്ട് നീ കിടന്ന് ഉറങ്ങുക. എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ പറഞ്ഞു. ഇവിടെ ഉള്ളവരെല്ലാവരും അവരോട് ദൈവത്തെ വിളിക്കുകയാണ്. നീ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കാനായിട്ട് പറഞ്ഞു. എന്നിട്ട് നാം നശിച്ചു പോകാതിരിക്കേണ്ട ദൈവം ഒരു പക്ഷേ നമ്മെ കടാക്ഷിക്കും എന്ന് കപ്പിത്താൻ യോനായോട് പറഞ്ഞു. അനന്തരം അവർ, വരുവിൻ, ആര് നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നിരിക്കുന്നു എന്നറിയാണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ചീട്ടിടാന്ന് പറഞ്ഞു. ചീട്ടിടാന്ന് പരസ്പരം പറഞ്ഞു. അങ്ങനെ അവർ ചീട്ടിട്ടു. ചീട്ട് ആർക്ക് വീണു? ഈ യോനായ്ക്ക് അങ്ങ് വീണു. അപ്പോൾ അവർ അവനോട്, ആര് നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നു എന്ന് നീ പറഞ്ഞു തരണം. നിന്റെ തൊഴിലെന്ത്? നീ എവിടെ നിന്ന് വരുന്നു? നിന്റെ നാടേത്? നീ ഏത് ജാതിക്കാർ? നീ എവിടെ നിന്ന് വരുന്നു? നീ ആരാണ്? എവിടേക്കാണ്? എന്തെല്ലാം ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു. ആദ്യം അവനവരോട്, ഞാനൊരു എബ്രായനാകുന്നു. കടലും കരയും സൃഷ്ടിച്ച യഹോവയെ, സ്വർഗസ്ഥനായ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു. അപ്പം സ്വർഗസ്ഥനായ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു എന്തൊക്കെ പറഞ്ഞു. ഞാനൊരു ദൈവ പൈതലാണ് എന്നുള്ള അർത്ഥത്തിൽ അവൻ പറഞ്ഞു. യോനായെ കടലിൽ എറിയാണ്. അടുത്ത സെക്ഷനിൽ നമ്മൾ വായിക്കുമ്പോൾ ആ പുരുഷന്മാർ അത്യന്തം ഭയപ്പെട്ടു. ആ കപ്പലിലുണ്ടായിരുന്ന ആൾക്കാർ മുഴുവൻ അങ്ങ് ഭയപ്പെട്ടിട്ട്, നീ എന്തിനങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചു. അവൻ അവരോട് അറിയിച്ചതുകൊണ്ട് അവൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോകുന്നു എന്ന് അവർ അറിഞ്ഞിരുന്നു. അപ്പോൾ എന്നാൽ സമുദ്രം കൂടുതൽ ശോഭിച്ചുകൊണ്ട് അവർ അവനോട്, സമുദ്രം അടങ്ങുവാൻ തക്കവണ്ണം ഞങ്ങൾ നിന്നോട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അവൻ അവരോട്, അപ്പോൾ യോന തന്നെ അവരോട് അങ്ങ് പറയുക, ഒരു കാര്യം ചെയ്യും,
ഞാൻ മുഖാന്തരമല്ലേ, എനിക്ക് ചീട്ടുമൊക്കെ വീണല്ലോ, ഞാൻ മുഖാന്തരമല്ലേ നിങ്ങൾ ഈ പ്രയാസം വരുത്തുന്നത്, പ്രയാസം വന്നിരിക്കുന്നത്. അപ്പോൾ എന്നെ എടുത്ത് എന്ത് ചെയ്യണം, സമുദ്രത്തിലേക്ക് എറിഞ്ഞങ്ങ് കളയാൻ പറഞ്ഞു. അപ്പോൾ സമുദ്രം അടങ്ങും. ഞാൻ നിമിത്തം ഈ വലിയ കൊടുങ്കാറ്റ് നിങ്ങളുടെ മേൽ വന്നിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നുവെന്ന് പറഞ്ഞു. അപ്പം എന്നിട്ടും അവർ കരയ്ക്ക് അടുക്കേണ്ടതിന് ശക്തിയായി തണ്ടി വലിച്ചെങ്കിലും സമുദ്രം കൂടുതൽ കൂടുതൽ ശോഭിച്ചുകൊണ്ട് കൊടുങ്കാറ്റ് ശക്തമാക്കുകയും ചെയ്തതിന് അവർക്ക് സാധിച്ചില്ല. അവർ യഹോവയോട് നിലവിളിച്ചു, അയ്യോ യഹോവ, ഈ മനുഷ്യൻ്റെ ജീവൻ നിമിത്തം ഞങ്ങൾ നശിച്ചു പോകരുതേ, നിർദോഷ രക്തം ചൊരിയിച്ച് എന്ന കുറ്റം ഞങ്ങളുടെ മേൽ വരുത്തരുതേ, യഹോവ നിനക്ക് ഇഷ്ടമായതുപോലെ നീ ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അവർ യോനായെ എടുത്ത് എന്ത് ചെയ്തു, യോനായെ എടുത്ത് അങ്ങ് സമുദ്രത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞു. സമുദ്രത്തിൻ്റെ ശോഭ അതോടെ അടങ്ങുകയും ചെയ്തു. എന്നാലും അപ്പോൾ അവർ യഹോവയെ അത്യന്തം ഭയപ്പെട്ടിട്ട് യഹോവയ്ക്ക് യാഗം അർപ്പിക്കുകയും നേർച്ചകൾ നേരുകയും ചെയ്തു. ഇനി അടുത്തതിൽ യോനായെ വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു. കണ്ടോ, യോനായെ വിഴുങ്ങേണ്ടതിന് യഹോവ എന്ത് ചെയ്തു, ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു. അങ്ങനെ യോന 3 രാവും 3 പകലും മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നു. ഇതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പക്ഷേ യോനായെ ദൈവം തമ്പുരാൻ മത്സ്യത്തെ സൃഷ്ടിച്ചു. അതിൻ്റെ കറക്റ്റ് സമയത്ത് മത്സ്യത്തെ സൃഷ്ടിച്ചു. അത് മുഖാന്തരം യോന രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. താങ്ക് യു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. നിങ്ങൾ ഈ മെസ്സേജ് കേട്ടിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. ഗോഡ് ബ്ലെസ് യു.